ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയില്ലാത്തൊരു ദിവസത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇന്ന് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്നത് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളത് കാണുന്നത് 2 വട്ടമായിട്ടായിരിക്കും. കാരണം ഒറ്റ വീഡിയോ ആകുമ്പോൾ ലെങ്ത്ത് കൂടും. പിന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ ഉച്ചവരയ്ക്ക് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഗ്യാപ്പിൽ കുറച്ച് പരിപാടികളും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാനുള്ള പ്ലാനാണ്. ഒറ്റയടിക്ക് എനിക്കൊന്നും നടക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് അല്ലറ പരിപാടികൾ കൂട്ടാൻ വെക്കേണ്ട പണികളൊക്കെ ഇപ്പോൾ ചെയ്യുകയാണ്. പിന്നെ ബാക്കിയുള്ള പൊടി തട്ടലും മാറാല തട്ടലും പരിപാടികളൊക്കെ പോയി വന്നതിന് ശേഷം നടക്കുള്ളൂ. അപ്പോൾ അതായിരിക്കും വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കുന്നത് കൊഴുവിയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കാലത്ത് തൊട്ട് തണുപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ വിടുന്ന തിക്കുന്നരൊക്കെ ആയപ്പോൾ പിന്നെ അവരൊക്കെ പോയിട്ട് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് കൈസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ കത്രിക ഉണ്ടായിരുന്നു, അത് തീരെ മൂർച്ചയില്ല. അതുണ്ടെങ്കിൽ നമുക്ക് വേഗം പണി കഴിയും കേട്ടോ. ഇതിപ്പോൾ കത്തി കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള കൊഴുവിയായിരുന്നു, അത് കാരണം നമുക്ക് വേഗം പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി നമ്മൾ വേഗം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞു. അപ്പോൾ കുറേ നേരം പൂച്ചയും കാക്കയും ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തിന്നാൻ എളുപ്പമാണ്. അപ്പോൾ മീനൊക്കെ വേഗം കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അകത്ത് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചു. തീരെ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ അകത്ത് തന്നെയാണ് മീൻ നന്നാക്കുക കേട്ടോ. ഇതിപ്പം നല്ല വെയിലുമാണ്, പിന്നെ സുഖമായിട്ട് പുറത്തിരുന്ന് ചെയ്യാം. അപ്പോൾ പിന്നെ വേഗം അത് നന്നാക്കി അത് കഴുകി വൃത്തിയാക്കി വേഗം അടുക്കളയിലേക്ക് കയറി വന്നു. ഇനി കൂടുതലും വറക്കുക ചെയ്യുക കേട്ടോ. അവിടെ മീൻകറി എന്ത് വെച്ചാലും ഏറ്റവും അധികം വറക്കാൻ എടുക്കുക, കുറച്ച് മാത്രമേ ചാറ് വയ്ക്കുള്ളൂ. കാരണം ഞാനങ്ങനെ മീൻകറി കഴിക്കില്ല. മൂത്ത ആൾ മീൻകറി കഴിക്കില്ല. ചെറിയ ആൾക്ക് വേണമെങ്കിൽ മാത്രമേ കുഞ്ഞൻ കഴിക്കുള്ളൂ. പിന്നെയുള്ളത് അമ്മയ്ക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് മീൻകറി ഉണ്ടെങ്കിൽ അമ്മ നന്നായി ചോറുണ്ണും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല. പിന്നെയുള്ളത് ചേട്ടനും മീൻകറി കഴിക്കും. അപ്പം അവർ 2 ആളാണ് കഴിക്കുന്ന ആൾക്കാർ. ഇത് പിള്ളേരുടെ തോർത്തുമുണ്ടാണ് കേട്ടോ. ഇത് 2 പേരുടെയും കൂടെ തോർത്തുമുണ്ട് നമ്മൾ ചുടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കും. അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഷാമ്പൂവിൽ കഴുകിയിട്ടു കേട്ടോ. ഇത്തിരി അഴുക്ക് കൂടുതലായി എന്ന് കാണുമ്പം എന്ത് ചെയ്യും, നമ്മൾ ചുടുവെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് ഇത് മുക്കി വെച്ച് നന്നായി തിളപ്പിച്ച് കഴിക്കും. ഞാൻ നാളികേരം ചിരകിയിട്ട് മീൻ കൂട്ടാനിലേക്കുള്ളത് അരക്കട്ടെ കേട്ടോ. കാരണം ഓരോ സമയം പോകുമ്പോഴും എനിക്ക് ടെൻഷൻ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പം ഒരു ദിവസം കൊണ്ട് കുറെ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമയം കിട്ടില്ല. എന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വെയില് കാണുമ്പോൾ കൊതിയാവാന്ന് പറഞ്ഞ പോലെയാണ്. ഇനിയിപ്പോൾ അലക്കാനൊരു ലോഡ് കിടക്കുന്നുണ്ട്, അതൊക്കെ കഴുകിടണം. ഇനിയിപ്പോൾ മിറ്റൊന്ന് വൃത്തിയാക്കണം. മിറ്റത്തിൽ പറഞ്ഞ പോലെ പൂച്ചയുണ്ട് ഇവിടെ നിറച്ച് പൂച്ചയാണ്. അപ്പം ഇവറ്റങ്ങൾ വന്നിട്ട് പിന്നെ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ കാർ പോർച്ചിന്റെ ഒരു ഭാഗത്ത് അവറ്റങ്ങൾ ഇങ്ങനെ ഛർദ്ദിക്കാന്നറിയില്ല, അങ്ങനെ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ എത്തിയിട്ട് മൊത്തം അടിച്ച് പാനോയിലൊക്കെ ഒഴിച്ചൊന്ന് കഴുകണം. അപ്പം അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. അപ്പം മീൻ കൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായതായില്ലോ. ചേട്ടൻ പെട്ടെന്ന് വന്നാലും ചോറും കറിയും മീൻ വറുത്തതൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. അപ്പം ആദ്യം അത് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മല്ലിപ്പൊടിയും കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ മീൻ കൂട്ടാനിലേക്ക് അരയ്ക്കാറ്. അല്ലാണ്ട് അത് കറിയിലേക്ക് നേരിട്ട് ഇടാറില്ല. നാളികേരം അരക്കണേലാണ് ഇട്ട് അരയ്ക്കാറ്. മുളക് പൊടി ഇടും, മല്ലിപ്പൊടി ഇടും, മഞ്ഞപ്പൊടി തിരുമ്പടയിലിടും. പിന്നെ ഇനി കാച്ചുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇടും. അപ്പോൾ ഒരു നല്ല കളറ് കിട്ടും മീൻ കറിക്ക്. അങ്ങനെയാണ് അവിടെ വെക്കാറ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് പണ്ട് തൊട്ട് അങ്ങനെ. ഇനി വീട്ടിൽ കറി വയ്ക്കുമ്പോൾ അമ്മയും അരയ്ക്കണ കാലം തൊട്ട് ഇങ്ങനെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂട്ടിയിട്ടിട്ടാണ് അരയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞും കിട്ടും, നമുക്ക് കൂട്ടാനിലേക്കും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ അതിലേക്ക് ഒഴിക്കുക, കുടപ്പുളി ഇടുക. പിന്നെ ഞാനൊരു തക്കാളിയും സബോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി തിരുമ്മിയിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് കുടപ്പുളിയും കൂടി ഇട്ടിട്ട് അത് നേരെ കറി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇനി ഞാൻ ആ തിളച്ച് വന്ന തോർത്തുമുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി ബക്കറ്റിലേക്ക് മാറ്റിയതാണ്. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് വേഗം കല്ലുമ്പോൾ നന്നായി അലക്കി കഴുകി അങ്ങനെ ഇടണം. പിന്നെ നല്ല വെയിലുള്ള കാരണേ തുണികളും ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. കാരണം നമുക്ക് കുറേ ദിവസം മഴ പെയ്തിട്ട് പെട്ടെന്ന് ഒരു വെയിൽ വരുമ്പോണ്ടല്ലോ, വീട്ടമ്മമാർക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് അല്ലേ. നമുക്ക് തുണികൾ തോരിടാനും തുണികൾ കഴുകാനും അടിച്ചു വരാനും അതേ ഒരു ആക്രാന്തമായിരുന്നു എനിക്ക് ഇന്ന് കേട്ടോ. അത് വീട്ടമ്മമാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. നമുക്ക് കുറേ ദിവസം അടുപ്പിച്ച് മഴയായിട്ട് കുറേ ദിവസം അടുപ്പിച്ച് മഴ പെയ്താലും നമുക്ക് വീടൊക്കെ കുറേയൊക്കെ വൃത്തികേടാവും അല്ലേ. വെയിലൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു വീടിൻ്റെ അകമൊക്കെ ഒരു പ്രത്യേക ഒരു വെളിച്ചം ഇത് കിട്ടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയാണ്, പുകയില്ലാത്ത അടുപ്പ്. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ചൂടാക്കാനും ചോറ് വയ്ക്കാനൊക്കെ നമുക്കിത് ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പഴയ വീട്ടിൽ അടുപ്പുണ്ടായിരുന്നു,
അപ്പോൾ നമുക്ക് രാവിലെ ചോറ് വയ്ക്കലും അതേപോലെ കുടിക്കാനുള്ള വെള്ളം, കുളിക്കാനുള്ള വെള്ളം എല്ലാം നമ്മൾ ഇതിൽ തന്നെ തിളപ്പിച്ചെടുക്കാറുണ്ട്. പിന്നെ കറികളും വെക്കാറുണ്ട് കേട്ടോ. നമ്മളെല്ലാം ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഈ അടുപ്പ് കംപ്ലൈൻ്റ് ആയ കാരണം നമുക്കത് ആ ഭാഗത്തേക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ദിവസം ഇതേപോലെ മുടക്കുള്ള ദിവസം ചേട്ടനുള്ളപ്പോൾ വേണം രണ്ടാൾക്കും കൂടെ നിന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീട് മൊത്തം, അതായത് ചുറ്റും ഒന്ന് അടിച്ചു വാരി എടുക്കണം. പെട്ടെന്ന് പുല്ല് മുളയ്ക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ. പെട്ടെന്ന്, അതായത് മഴ ഒന്ന് നിൽക്കാണ്ട് കുറച്ച് ദിവസം പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നന്നായി പുല്ല് മുളയ്ക്കും. അതാണ് അവസ്ഥ. പക്ഷേ ഇപ്പം നമ്മൾ നന്നായി പുല്ല് മൊത്തം വെട്ടി കഴിഞ്ഞാലും കാര്യമില്ല. കാരണം മഴക്കാലം നിൽക്കാണ്ട് നമുക്ക് ഇവിടെ പുല്ല് പറിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ ഇറങ്ങുന്ന ഭാഗത്തെ കുറച്ച് പുല്ലുകൾ മാത്രം അടിച്ചു വരുമ്പോൾ ഒന്ന് പറിച്ച് കളഞ്ഞതാണ് കേട്ടോ. കൂടുതലും കടിക്കണ തുമ്പിയാണ്, നിറച്ച് കടിക്കണ തുമ്പിയാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ മണ്ണെണ്ണ കുടിയിലും തേരട്ടിയാണ് വീടിന് ചുറ്റും. ഭ്രാന്താവും നമുക്ക് അടിച്ചു വരാൻ നിൽക്കുകയാണെങ്കിൽ. ഒരു അറപ്പ് തോന്നും അടിച്ചു വരാൻ നിൽക്കുമ്പോൾ. അത് കാരണം ഞാൻ വേഗം അടിച്ചു വാരി ഇങ്ങോട്ട് നീങ്ങിപ്പോകുന്നു. എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇങ്ങനെ ശരീരം ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. പിന്നെ പിള്ളേരായാലും കിടന്ന് നടക്കുന്ന സ്ഥലമല്ലേ, അപ്പം അത്യാവശ്യം നടക്കുന്ന ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ച് കളഞ്ഞ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അതുപോലെ തന്നെ ഇത് 3 ആളുടെ സൈക്കിളാണ് കേട്ടോ. ഇത് മൂത്താൾ ചവിട്ടും, ചേട്ടൻ ചവിട്ടും, ഞാൻ ചവിട്ടും, പിന്നെ ഒരു ലേഡി ബേർഡുണ്ട്, പിന്നെ ചെറിയ ആളുടെ സൈക്കിളുണ്ട്. പക്ഷേ ആ കുട്ടി സൈക്കിൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മൂത്ത മോൻ കുഞ്ഞുണ്ണിയായിരിക്കുമ്പോൾ ചേട്ടൻ മേടിച്ചു കൊടുത്ത സൈക്കിളാണ്. അവന് ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവന് കൊടുത്ത സൈക്കിളാണ് അത്. അവൻ സൈക്ലിങ് പഠിച്ച് അവൻ നല്ല രീതിയിൽ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടാണ് അവൻ വലുതായപ്പോൾ അവന് വേറെ കിട്ടിയപ്പം അത് ചെറിയ ആൾക്ക് കൊടുത്തു. അത് കുഞ്ഞി ആൾ അതുമ്പോൾ തന്നെ അവൻ ചവിട്ടി പഠിച്ചു. 2 പേരും ചവിട്ടി പഠിച്ചത് ചെറിയ സൈക്കിളുമാണ് കേട്ടോ. ഇപ്പം 3ഉം അട്ടത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ റെഡിയാക്കാണ്ടാണ്. കാരണം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ചേട്ടനും വീട്ടിലില്ലാത്തപ്പോൾ ചിലപ്പോൾ സൈക്കിൾ എടുത്ത് അവരുടെ ഇഷ്ടത്തിന് പോകും. അപ്പോൾ ടെൻഷനാണ്. വീട്ടിൽ ജോലിക്ക് പോകുന്നിടത്തൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അമ്മ ഇങ്ങനെ ബഹളം വെച്ച് നിൽക്കേണ്ട വരും അവരുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പേർക്കും സൈക്കിൾ റെഡിയാക്കി കൊടുക്കാത്ത. വെക്കേഷനൊക്കെ ആവുമ്പോൾ ഓണ വെക്കേഷനൊക്കെ ആകുമ്പോൾ റെഡിയാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് നോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോർത്തുമുണ്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ വേഗം അത് കല്ലുമ്പോൾ ഒരു 4 അലക്കലക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ള തോർത്തുമുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കിയാലും ഇതൊന്നും കറക്റ്റ് ഒരു ഇതിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കല്ലുമ്മ അലക്കി ഇടുന്നത്. പ്രത്യേകിച്ച് വെള്ള തോർത്തുമുണ്ട് ആയതുകൊണ്ടുണ്ടല്ലോ, മക്കളിപ്പോൾ ഒന്ന് ഇങ്ങനെ കളിച്ച് അല്ലെങ്കിൽ കുറേ നേരം പാടത്തൊക്കെ ഓടി നടന്ന് കളിച്ച് വന്ന് കുളിക്കുമ്പോൾ എത്രയൊക്കെ അവർ കുളിച്ചാലും നമ്മളിങ്ങനെ കാല് തുടച്ചെടുക്കുമ്പോൾ ഈ തോർത്തുമ്പോൾ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. പിന്നെ വെള്ള തോർത്തുമുണ്ടാണ് അവർക്ക് 2 പേർക്കും ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളതും. അത് കുറച്ചും കൂടി നീറ്റായിട്ട് ക്ലീൻ ഇരിക്കുമല്ലോ. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പച്ചക്കുടപ്പുളി ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇന്നലെ അത് ഒക്കെ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ വേഗം അതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ മുറ്റം കൂടി അടിച്ചിടാനുണ്ട്. ഫ്രണ്ടിലത്തെ മുറ്റം കൂടി അടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം വേഗം ഫ്രണ്ടിലേക്ക് വന്നു ഞാൻ. അപ്പോൾ അവിടെയും കുറച്ച് ഇതേപോലെ ആകെ ചപ്പും ചവറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. സംഭവം കട്ട വിരിച്ച കാരണം നമുക്കവിടെ വൃത്തിയാക്കിയിടാൻ എളുപ്പമാണ് കേട്ടോ. പക്ഷെ നമുക്ക് വലിയ ചൂലുണ്ടായിരുന്നത് നാശമായി പോയി. ഇനിയിപ്പം വീട്ടിൽ അമ്മ കുറേ ചൂല് ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ചേട്ടൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അമ്മ കൊണ്ടുകൊള്ളാൻ പറഞ്ഞതാണ് ഞാൻ. പക്ഷെ അത് മനസ്സിൽ നിന്ന് വിട്ടു, ഞാനും വിട്ടു, അമ്മയും വിട്ടു. ഇപ്പം ഇന്നിപ്പോൾ പറഞ്ഞപ്പോഴാണ് അമ്മയും പറയണം, അയ്യോ അന്നത് എടുത്തില്ല അല്ലേ എന്നുള്ളത്. ഇനി ഒരു വട്ടം പോകുമ്പോൾ അതൊക്കെ അതിൽ 1-2 എടുത്തിട്ട് വരണം. എന്നാൽ നമുക്ക് അധികം കുമ്പിടാണ്ട് അടിക്കാം. ഇതിപ്പം മൊത്തം തണ്ടൽ വളഞ്ഞ് നിന്നിട്ട് ഈ ഭാഗം മൊത്തം അടിക്കാൻ. കാരണം അറ്റം വരെ അടിക്കണം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളും ഭയങ്കര സ്പീഡാണ്. ഞാനത് സ്പീഡ് കൂട്ടിയിട്ട് നോക്കുകയാണ് വീഡിയോ അധികം ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അറ്റം വരെ അടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ തണ്ടലത്താവ് വീഡിയോ ഇട്ടാ. പിന്നെ എനിക്ക് ഓൾറെഡി കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വളഞ്ഞൊന്ന് അടിക്കുമ്പോഴൊക്കെ ശരിക്കും വയ്യാണ്ടാവും. അപ്പം ഇപ്പം ചില സമയത്ത് വെള്ളം കൂടി കുറയുമ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് നമ്മൾ ഓർമ്മിപ്പിക്കും. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിലും ആൾ നമ്മൾ ഓർമ്മിപ്പിക്കും, വെള്ളം കുടിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 കിഡ്നിയിലും ചെറിയ രീതിയിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ല സുഖമാണ്. കുറേയൊക്കെ കിടന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ കുറേ നേരം ഇരിക്കുമ്പോഴും കുറേ നേരം നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. ചില ദിവസം കുഴപ്പമില്ല, ഓക്കെയാണ്. ചില ദിവസം ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ വേഗം നമ്മൾ അവിടെ കുറച്ച് ഭാഗത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂച്ച ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം പെനോയിലൊക്കെ ഒഴിച്ച് അടിച്ച് കഴുകി ആ ഭാഗം വൃത്തിയാക്കിയിട്ടു. അപ്പോഴേക്കും നമ്മുടെ തുണികളൊക്കെ ഡ്രയറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രയറിൽ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഡ്രയറിൽ ഒരു 2 സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അഴയ്ക്കുമ്പോൾ കൊണ്ടിടാൻ നല്ലതാണ്. പെട്ടെന്ന് വേഗം ഉണങ്ങി കിട്ടും ചെയ്യും. നല്ലൊരു 10 മിനിറ്റ് നല്ല കാറ്റുണ്ടെങ്കിൽ വേഗം നമ്മുടെ തുണികളൊക്കെ കഴുകി ഉണങ്ങി കിട്ടും. പിന്നെ ഇപ്പോൾ അതേ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ചു. അപ്പോൾ ഇതിന് വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ കുടിക്കാമെന്ന് നോക്കിയപ്പോൾ ടാങ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് പിള്ളേരുടെ ഹോർലിക്സിൻ്റെ ഒരു കുഞ്ഞ് ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പ് മാറ്റാം, അത് മതി. പിന്നെ എന്തായാലും ഇത്ര പണിയൊക്കെ എടുത്തതല്ലേ, അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് കൂളാക്കണ്ടേ. അപ്പോൾ വേഗം ഒരു കപ്പിൽ വേഗം ടാങ്കൊക്കെ കലക്കി ബിസ്ക്കറ്റും കൊണ്ടിരുന്ന് കുറച്ച് നേരം അവിടെ പോയിരുന്ന് കഴിച്ചു. അതിന് ശേഷം പിന്നെ നേരെ പോയി കുളിച്ച് പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ എൻ്റെ വണ്ടിയുടെ പുക ടെസ്റ്റ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ ഒരു ദിവസമായിട്ടുള്ളൂ. അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.